ഇന്ന് വളരെ സേഫായ സെക്യൂർഡായ ജോലികളിലൊന്നാണ് സഹകരണ മേഖലയിലെ ജോലി. കാരണം ഇന്ന് ഒരുപാട് സേവനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ സഹകരണ ജീവനക്കാർക്ക് ഉണ്ട് എന്നുള്ളത്. ഇന്നത്തെ ഒരു ഫൈനാൻഷ്യൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലക്ക് അത്തരം ആ സംഘത്തിന്റെ വളർച്ചയുടെ തോതനുസരിച്ച് ശമ്പള സ്കെയിലിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നിശ്ചയിക്കുന്ന ഒരു കാലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അവന് കിട്ടുക. അതൊരു സർക്കാർ തന്നിട്ടില്ലെങ്കിൽ അതിൽ കിട്ടാനും കഴിയില്ല. നേരെ മറിച്ച് ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ അങ്ങനെയല്ല. ഒരു ഇത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടാവുക, അല്ലെങ്കിൽ മൂലധന, അല്ലെങ്കിൽ അതിന്റെ നിക്ഷേപങ്ങൾ, വായ്പ, ബാക്കി നിൽപ്പ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സംഘത്തിന്റെ ക്ലാസിഫിക്കേഷൻ മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ശമ്പള സ്കെയിലിലും മാറ്റങ്ങൾ വരും.